അങ്ങനെ ഞങ്ങൾ വീണ്ടും കറങ്ങി തിരിഞ്ഞ് ദുബായിലെത്തി. അബുദാബിയിൽ നിന്ന് റാസൽ ഖൈമ വഴി കറങ്ങി ഞങ്ങൾ വീണ്ടും ദുബായിൽ. ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലാനിങ് ഒന്നും അങ്ങോട്ട് കൃത്യമായി നടന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വെറുതെ അങ്ങ് ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ അടുത്താണ്. വേൾഡ് ട്രേഡ് സെൻ്ററാണ് അതുകൊണ്ട് എൻ്റെ ബാക്കിൽ കാണാൻ പറ്റുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ പോകുന്നത് ഇവിടെ മ്യൂസിയം ഉണ്ട്, ഫ്യൂച്ചർ ഓഫ് ദി മ്യൂസിയം, മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചർ. അപ്പം നമ്മൾ മ്യൂസിയത്തിൻ്റെ അടുത്തേക്ക് പോവാണ്. കൂടുതൽ വിശദീകരണങ്ങളൊന്നുമില്ല, മുടിഞ്ഞ വെയിലാണ്. അതുകൊണ്ട് ഒരാൾ തളർന്ന് നടക്കുന്നുണ്ടല്ലോ. ഞങ്ങളിപ്പോൾ മെട്രോ സ്റ്റേഷനിലാണ്. ഇത് മെട്രോ സ്റ്റേഷനാണ്. മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് മ്യൂസിയത്തിന് അവിടെ നടക്കുകയാണ്. ഞാൻ വിഷ്വൽസൊക്കെ കാണിച്ചു തരാം. മെട്രോ കേട്ടില്ലടാ. ഇല്ല, വെള്ളം എവിടുന്ന് വീഴുന്നുണ്ട്. ഒരാൾ നടന്ന് ക്ഷീണിച്ച് വെയിലത്ത്. പക്ഷെ നല്ലൊരു കാറ്റടിക്കുന്നുണ്ട്. ആ ചൂട് അത്ര അങ്ങോട്ട് തീവ്രമായിട്ട് അറിയുന്നില്ല. ഇവിടെ എന്തിട്ടാ അറിയില്ല, ഒടുക്കത്തായിട്ട് എന്തോന്ന് ബിൽഡിങ്ങടാ ഇതൊക്കെ. എന്റെ പൊന്നെ. അവിടെ നേരെ കാണുന്നതാണ് മ്യൂസിയം. നമ്മൾ അവിടേക്ക് പോവാണ്. നടന്ന് അങ്ങോട്ടേക്ക് പോകുന്നു. അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോവാം. ആ കാണുന്ന പന്ത് പോലിരിക്കുന്ന സാധനമാണ് മ്യൂസിയം. അപ്പുറത്ത് 2 ബിൽഡിംഗ് ഇരിക്കുന്നത്. എന്തോടും ഇതൊക്കെ. ഞങ്ങൾ മ്യൂസിയത്തിനടുത്തേക്ക് നടന്ന് വന്നപ്പോൾ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഈ ക്രോസ് ചെയ്യാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുക. കേരളത്തിലെ വീതികളിലൂടെ തെണ്ടി നടക്കുന്ന പോലെ ദുബായ് നഗരത്തിൽ, ഈ വലിയ നഗരത്തിൽ വന്നിട്ട് ഇങ്ങനെ വായി നോക്കി നടക്കാൻ പറ്റുമോ സക്കീറലിക്ക്? പറ്റില്ല. ഇവിടെ വീക്കാൻ. അപ്പോൾ നമ്മൾ മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചറിൻ്റെ അടുത്തേക്ക് ഉള്ള റോഡിലേക്ക് ക്രോസ് ചെയ്യാൻ പോകും. ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക്. അപ്പോൾ ഈ കാണുന്നതാണ് മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചർ. നമ്മൾ അതിനടുത്തേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിന് മുകളിൽ കയറണമെന്നുണ്ടെങ്കിൽ 150 ദിർഹമാണ് പേഴ്സൺ. ഒരാൾക്ക് 150 ദിർഹമാണ്. അപ്പോൾ നമുക്ക് അതിന് മുകളിൽ കയറി കാണണമെന്നൊന്നും ആഗ്രഹമില്ല. കാര്യം 150 കൊടുത്തിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമുക്കിത് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി ഗ്രൗണ്ട് ഫ്ലോർ ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോവാണ്. അത് തന്നെ, ഫുള്ള് ചെടികളാണ്. ഇതിനുള്ളിൽ ആണ് നമ്മൾ നടന്ന് കയറുന്നത്. ഇത്
മാക്സിമം ഹൈറ്റ്. ഇത് പാർക്കിംഗ് ആണ്, ഇതിൻ്റെ പാർക്കിംഗ് ഏരിയ. ഇതാണ് സംഭവം. നമ്മളതിൻ്റെ ഫ്രണ്ടിലേക്ക് പോവാണേ, ഫ്രണ്ടിലേക്ക് പോവാണ്. ഇവിടെ നിന്ന് നമുക്ക് വാലറ്റ് പാർക്കിംഗ് ആണത്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ഇത് വെള്ളം എന്താ സംഭവം? ഇതിനകത്ത് എന്തൊക്കെയോ സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ്, ഇതാണ് സംഭവം കേട്ടോ. എനിക്ക് അപ്പോൾ നമ്മൾ ഇതിനുള്ളിലേക്ക് പോവാണ്. അപ്പോൾ അപ്പുറത്ത് ഇങ്ങനെ കറങ്ങി പോവാം. ഇതിനുള്ളിലേക്ക് കയറാനുള്ള പരിപാടിയാണ്. ഈ ഫ്രണ്ടിൽ ഇത് സ്വിമ്മിംഗ് പൂളൊന്നും അല്ലല്ലേ? വെള്ളം ലൈറ്റിങ്ങും പരിപാടിയൊക്കെ ഉണ്ടാവും നൈറ്റ്. നമ്മൾ ഇതിനുള്ളിലോട്ട് പോകുന്നു. ഇതാണ് എൻട്രൻസ് വഴി അകത്തേക്ക് പോവാണ്. എൻട്രൻസ് ഇവിടെ എൻട്രി ഫ്രീ ആണ്. എൻട്രി ഫീ ഇല്ല. എൻട്രി ഫ്രീ. അല്ല, ആ പാലത്തിനൊക്കെ കയറാമല്ലോ. പാലത്തിലോട്ട് പോവാം. നമ്മൾ പുറത്തിറങ്ങി. ഇവിടെയൊക്കെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള സ്പേസാണ്. ഇവിടെയൊക്കെ പോയി നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. ഈ സാധനമാണോ ഫ്യൂച്ചർ? നമ്മൾ ഏറ്റവും കൂടുതൽ നാട്ടിൽ നിന്ന് നിൽക്കുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്ന ഒരു സ്ഥലപ്പേരാണ് കരാമ. പിന്നെ നമ്മൾ ഈ ചാനലൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ടി വിയിലൊക്കെ കരാമ സെൻറ്റർ ദുബായ്, കരാമ സെൻറ്റർ, കരാമ എന്നിങ്ങനെ കേട്ട്
എന്താണ് ഈ കരാമ എന്നുള്ളത് ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. ഇന്നലെ നൈറ്റ് ഞങ്ങൾ കരാമയിൽ വന്നിരുന്നു. പക്ഷേ നൈറ്റ് അപ്പോൾ നമ്മൾ ഭയങ്കര ടയർഡായതുകൊണ്ട് നമ്മൾ വിഷയമൊന്നും ഷൂട്ട് ചെയ്തില്ല. ഇപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ കരാമയിൽ ഇങ്ങനെ പോവുകയാണ്. ഇത് എന്തോ ആ ഇവിടെ നിന്ന് നമ്മളിപ്പോൾ ശരിക്കും ഇപ്പം നിൽക്കുന്നത് കരാമയുടെ അടുത്തോട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഡേ ടു ഡേ എന്ന് പറഞ്ഞ ഷോപ്പുണ്ട്, അപ്പോൾ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുക. കരാമയിൽ ഇവിടെ ശരിക്കും ഇവിടെ എന്താ പറയുക, ഇവിടെ മലയാളിയെ തട്ടിയിട്ട് നടക്കാൻ പറ്റില്ല, അമ്മാതിരി മലയാളികളുള്ള സ്ഥലമാണിത്. കുറേയേറെ മലയാളീസ് ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് റൈറ്റ് എടുക്കാനാണോ പറഞ്ഞത്? സിഗ്നലിൽ എവിടെ നിന്ന്